മാനേജിങ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇൻ സി. അപ്പോൾ ഇത്രയും ദിവസത്തെ വീഡിയോസിലൂടെ നമ്മൾ സിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സി പ്രോഗ്രാമിനകത്ത് വരുന്ന എലമെൻറ്റ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അതിനകത്ത് വരുന്ന കീവേഡ്സ്, ഐഡൻറ്റിഫയർ, കോൺസ്റ്റൻറ്റ്, ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യാമെന്നും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാംസ് എഴുതാൻ തുടങ്ങാം. അപ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സിയുടെ അകത്ത് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ 2 ഫങ്ഷൻ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ സി ഡസ് നോട്ട് ഹാവ് എനി ബിൽറ്റ് ഇൻ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് സിൻറ്റാക്സ്. അതായത് സിയുടെ സിൻറ്റാക്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല. അതായത് നമ്മളിപ്പോൾ കീവേഡ്സ് പഠിച്ച സമയത്തും അതിനകത്ത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടിയിട്ടുള്ള കീവേഡ്സ് ഒന്നും സിയിലില്ല. പിന്നെ സിയിൽ എങ്ങനെയാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മാനേജ് ചെയ്യുന്നത്? ഓൾ ഇൻപുട്ട് ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ത്രൂ ഇൻപുട്ട് ഔട്ട്പുട്ടാണ് ഉദ്ദേശിച്ചത്. ഓൾ ഐ ഒ ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ത്രൂ ഫങ്ഷൻസ് കോൾസ് സച്ച് ആസ് printf ആൻഡ് scanf. അപ്പോൾ ബിൽറ്റ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫങ്ഷൻ കോൾസ് ആണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് ജസ്റ്റ് 2 എക്സാമ്പിൾ പറഞ്ഞതാണ് printf ആൻഡ് scanf. printf എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. scanf ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. ദീസ് ഫംഗ്ഷൻസ് ആർ കളക്റ്റീവ്ലി കോൾഡ്. ദീസ് ഫംഗ്ഷൻസ് മീൻസ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഉള്ള എല്ലാ ഫംഗ്ഷൻസും കേട്ടോ, ജസ്റ്റ് printf scanf അല്ല. ഓൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആർ കളക്റ്റീവ്ലി കോൾഡ് സ്റ്റാൻഡേർഡ് IO ലൈബ്രറി. അതായത് സിക്ക് ഒരു റിച്ച് ലൈബ്രറി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ട ഫങ്ഷൻസ് അതിനെല്ലാം കൂടെ കളക്റ്റീവ്ലി നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് IO ലൈബ്രറി എന്നാണ്. ഈ സ്റ്റാൻഡേർഡ് IO ലൈബ്രറി എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് STDIO അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളതിനെ അബ്രീവിയേറ്റ് ചെയ്തിട്ടാണ് STDIO എന്ന് പറയുന്നത്. STDIO എന്ന് പറഞ്ഞ ഒരു ഹെഡർ ഫയലിനകത്താണ് നമ്മുടെ ഈ printf, scanf പോലെയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ടു യൂസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷനാലിറ്റി ഇൻ അവർ പ്രോഗ്രാം വി നീഡ് ടു ഇൻക്ലൂഡ് STDIO ഹെഡർ ഫയൽ. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അതിൽ ഒരു ലിങ്ക് സെക്ഷൻ പറഞ്ഞിരുന്നു. അവിടെ ഹാഷ് ഇൻക്ലൂഡ് ഡയറക്റ്റീവ്സ് ഉപയോഗിക്കും. അവിടെ നമ്മൾ ഏതൊക്കെ ഹെഡർ ഫയൽസ് ആയിട്ടാണോ ലിങ്ക് ചെയ്യേണ്ടത് അതൊക്കെ ഇൻക്ലൂഡ് സെക്ഷനിലാണ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് printf, scanf അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ലിങ്ക് സെക്ഷനിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ഹാഷ് ഇൻക്ലൂഡ് stdio.h. എല്ലാ ഹെഡർ ഫയലും .h എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഇൻക്ലൂഡ് ചെയ്താലേ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് പല രീതിയിലുണ്ട്. നമുക്ക് സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യാനുണ്ട്, അതുപോലെ ഒരു സ്ട്രിങ് റീഡ് ചെയ്യാനുള്ള ഫങ്ഷൻ ഉണ്ട്, നമ്പർ റീഡ് ചെയ്യാനുള്ള ഫങ്ഷൻ ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യാനുള്ള ഫങ്ഷൻ അങ്ങോട്ട് പറയുകയാണ് ഞാൻ. ശരിക്കും നമുക്ക് ആദ്യം ക്യാരക്ടറും ഇൻറ്റിജറും ഇങ്ങനെ ഓരോന്നായിട്ടാണ് പറയേണ്ടത്. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ളത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് നമുക്ക് പ്രോഗ്രാംസ് എഴുതാൻ തുടങ്ങാം. പ്രോഗ്രാംസ് ഒക്കെ എഴുതി എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരക്ടർ റീഡ് ചെയ്യാനും ഇൻറ്റിജർ റീഡ് ചെയ്യാനും ഒക്കെ സെപ്പറേറ്റ്ലി ഉള്ള ഫങ്ഷൻസ് പറയാം. അപ്പോൾ ആദ്യം പറയാൻ പോണ ഫോർമാറ്റഡ് ഇൻപുട്ട് ഫങ്ഷൻ. ഫോർമാറ്റഡ് ഇൻപുട്ട് എന്താണ്? ദി ഫോർമാറ്റഡ് ഇൻപുട്ട് റെഫേഴ്സ് ടു ആൻ ഇൻപുട്ട് ഡേറ്റ ദാറ്റ് ഹാസ് ബീൻ അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഫോർമാറ്റ്. ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇൻപുട്ട് ഡേറ്റേനെയാണ് ഫോർമാറ്റഡ് ഇൻപുട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. 15 12.3W സ്പേസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് 3 വാല്യൂസ്. ഇതൊരു ഫോർമാറ്റഡ് ഇൻപുട്ടാണ്. ഫോർമാറ്റഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3 വാല്യൂസ് ഉണ്ട് സ്പേസ് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അത് കഴിഞ്ഞൊരു സ്പേസ് കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഉണ്ട്. അത് കഴിഞ്ഞൊരു സ്പേസ് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ വാല്യൂ ഉണ്ട്. അപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സിംഗിൾ കോഡ്സിനകത്താണ് ഉണ്ടാവുക എന്നൊക്കെ. അത് ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ അങ്ങനെ പ്രോഗ്രാമിനകത്ത് അത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ കോഡ്സിലിടുക. അതേസമയം നമ്മളിങ്ങനെ കീബോർഡ് വഴി ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സിംഗിൾ കോഡ്സ് ഒന്നും ഉപയോഗിക്കില്ല. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ W എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വെറുതെ W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്യാരക്ടർ W ആയിട്ടാണ് എടുക്കുക. അത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു ഫോർമാറ്റഡ് ഇൻപുട്ടാണ്. അതായത് 3 ടൈപ്പ് ഡേറ്റ സ്പേസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമാറ്റഡ് ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് scanf. സ്കാൻ
എഫ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റഡിൻ്റെ ഷോർട്ടാണ്. അപ്പോൾ സ്കാൻഎഫ് ഫംഗ്ഷൻ ഇസ് യൂസ്ഡ് ഫോർ റീഡിങ് ഫോർമാറ്റഡ് ഡേറ്റ. അതിൻ്റെ ജനറൽ ഫോം അല്ലെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇതാണ്: സ്കാൻഎഫ് ദെൻ പാരന്തസിസ്, ഓപ്പണിംഗ് പാരന്തസിസിനകത്ത് ഡബിൾ കോഡ്സിൽ കൺട്രോൾ സ്ട്രിങ്, ദെൻ കോമ, ആർഗ്യുമെൻറ്റ് 1 കോമ, ആർഗ്യുമെൻറ്റ് 2 കോമ, അങ്ങനെ n ആർഗ്യുമെൻറ്റ് സെപ്പറേറ്റഡ് ബൈ കോമ, ദെൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ഇതാണ് സ്കാൻഎഫിൻ്റെ സിൻടാക്സ്. ഇതിനകത്ത് കൺട്രോൾ സ്ട്രിങ്, ദി കൺട്രോൾ സ്ട്രിങ് ഓർ ഫോർമാറ്റ് സ്ട്രിങ് എന്ന് പറയും, ദാറ്റ് സ്പെസിഫൈസ് ദി ഫീൽഡ് ഫോർമാറ്റ് ഇൻ വിച്ച് ദി ഡേറ്റ ഇസ് ടു ബി എൻറ്റേർഡ്. അതായത് നമുക്കിപ്പോൾ ഈ ഡേറ്റയാണ് എൻ്റർ ചെയ്യേണ്ടത്, 1512.3W. ഈ 3 സ്പേസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ 3 ഡേറ്റ ഇതാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റീജർ, ദെൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ്, ഒരു ക്യാരക്ടർ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഫോർമാറ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സ്ട്രിങ് അല്ലെങ്കിൽ ഫോർമാറ്റ് സ്ട്രിങ് യൂസ് ചെയ്യുക. അതായത് ദാറ്റ് സ്പെസിഫൈസ് ദി ഫീൽഡ് ഫോർമാറ്റ് ഇൻ വിച്ച് ദി ഡേറ്റ ഇസ് ടു ബി എൻറ്റേർഡ്. ഡേറ്റ എങ്ങനെയാണ് കീബോർഡിൽ എൻ്റർ ചെയ്യേണ്ടത്, എൻ്റർ ചെയ്യുമ്പോൾ ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ ഇങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത് എന്ന്, അല്ലെങ്കിൽ ആ ഫോർമാറ്റിലെ ഡേറ്റയാണ് റീഡ് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൺട്രോൾ സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. Then the arguments arg1, arg2, etc. argn specify the address of locations where the data is stored. നമ്മൾ പറഞ്ഞു ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ ഇങ്ങനെ 3 എണ്ണമാണ് റീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഈ റീഡ് ചെയ്യണ കാര്യങ്ങൾ, ഈ ഇൻറ്റിജറും ഫ്ലോട്ടിംഗ് പോയിൻറ്റും ക്യാരക്ടറും വാല്യൂസ്, ഇതൊക്കെ ഏത് അഡ്രസ്സിലേക്കാണ് വെക്കേണ്ടത്, ഇൻറ്റിജർ ഏതിലേക്കാണ് വെക്കേണ്ടത്, ഫ്ലോട്ട് എവിടേക്കാണ് വെക്കേണ്ടത്, ക്യാരക്ടർ എവിടേക്കാണ് വെക്കേണ്ടത് എന്നുള്ള അഡ്രസ് ഓഫ് ദി ലൊക്കേഷൻസ്, എവിടേക്കാണോ ഈ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യേണ്ടത് ആ ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സസ് ആണ് ഈ ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2 എന്നൊക്കെ പറയുന്നത്. ഇനി കൺട്രോൾ സ്ട്രിങ്ങിനെയും ആർഗ്യുമെൻറ്റിനെയും, കൺട്രോൾ സ്ട്രിങ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമ. അതായത് കൺട്രോൾ സ്ട്രിങ്ങിൻ്റെയും ആർഗ്യുമെൻറ്റ് ലിസ്റ്റിൻ്റെ ഇടയ്ക്ക് കോമയാണ് ഉണ്ടാവുക. ദെൻ ആർഗ്യുമെൻറ്റ്സിനെ ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാൻഎഫിന് ഒരു എക്സാമ്പിൾ നോക്കാം. സ്കാൻഎഫ് %d %f %c കോമ %a %f %c. അപ്പോൾ ഇതാണ് ഒരു സ്കാൻഎഫിന് എക്സാമ്പിൾ. ഇതിൽ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ ഡബിൾ കോഡ്സിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ കൺട്രോൾ സ്ട്രിങ്. അപ്പോൾ കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് എന്തുണ്ടാവും എന്ന് പറഞ്ഞു, ഫീൽഡ് ഫോർമാറ്റ് ഉണ്ടാവും, എന്ത് ഫോർമാറ്റിലാണ് ഡേറ്റ റീഡ് ചെയ്യേണ്ടതെന്നുണ്ടാവും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺട്രോൾ സ്ട്രിങ് %d %f %c ആണ്. അപ്പോൾ എന്താണ് ഈ പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ്? ഈ %d %f എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് എന്നാണ് പറയാം. ഈ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ആണ് പറയുന്നത് എന്ത് ടൈപ്പ് ഡേറ്റയാണ് റീഡ് ചെയ്യേണ്ടതെന്ന്. %dയുടെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീജർ ഡേറ്റ എന്നാണ്. %f-ൻ്റെ മീനിങ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡേറ്റ എന്നാണ്. %c-യുടെ മീനിങ് ക്യാരക്ടർ ഡേറ്റ എന്നാണ്. അപ്പോൾ ഇങ്ങനെ സ്കാൻഎഫിനകത്തൊരു കൺട്രോൾ സ്ട്രിങ് കൊടുത്താൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇൻറ്റീജറും ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റും ഒരു ക്യാരക്ടറുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഇൻപുട്ട് ഫംഗ്ഷൻ. അങ്ങനെയാണ് ഈ 3 എണ്ണമാണ് നമ്മൾ കീബോർഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ 3 എണ്ണം ഈ സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൺട്രോൾ സ്ട്രിങ് പറയാം. അപ്പോൾ ഈ ഫോർമാറ്റ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് പിന്നെ പറയാം. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നമ്മൾ ഇൻറ്റിജറും ഫ്ലോട്ടും ക്യാരക്ടറുമാണ് 1512.3W എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ ഇൻപുട്ടിൽ പറഞ്ഞത്. അപ്പോൾ അത് 3ഉമാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്കാൻഎഫ് എഴുതുകയെന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി കൺട്രോൾ സ്ട്രിങ് കഴിഞ്ഞാൽ ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2 എക്സെട്ര ആർഗ്യുമെൻറ്റ് n. ഇതെന്താന്ന് പറഞ്ഞു, അഡ്രസ് ഓഫ് ലൊക്കേഷൻസ് വെയർ ദി ഡേറ്റ ഇസ് സ്റ്റോർഡ്. നമ്മൾ 3 ഡേറ്റയാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. ഈ റീഡ് ചെയ്യുന്ന 3 ഡേറ്റയും എങ്ങോട്ടാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ സ്റ്റോർ ചെയ്യേണ്ട ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ മെമ്മറി ലൊക്കേഷൻസിനെ പ്രോഗ്രാമിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ നെയിംസ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ മെമ്മറി ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വേരിയബിൾ നെയിം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സപ്പോസ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എ എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റീജർ വേരിയബിൾ, എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിൾ, സി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ വേരിയബിൾ. ഇങ്ങനെ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ 3 വേരിയബിളിലേക്കുമാണ് എനിക്ക് ഈ റീഡ് ചെയ്യുന്ന 3 ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കേണ്ടത് എന്താ, ഇതിൻ്റെയൊക്കെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അഡ്രസ്സ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കൊരു വേരിയബിൾ നെയിം അറിയെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്ററാണ് ആമ്പർസാൻഡ്, അഡ്രസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആമ്പർസാൻഡ് എ എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് വേരിയബിൾ എ, ആമ്പർസാൻഡ് എഫ് അഡ്രസ് ഓഫ് എഫ്, ആമ്പർസാൻഡ് സി അഡ്രസ് ഓഫ് വേരിയബിൾ സി. അപ്പോൾ നമ്മൾ
ഇവിടെ അഡ്രസ്സ് കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കും? &A, &F, &C. അപ്പോൾ ഇനി മൊത്തം ഈ സ്കാനഫിൻ്റെ മീനിങ് എന്താണെന്നൊന്നുകൂടെ പറയാം. ഈ സ്കാനഫ് യൂസ് ചെയ്യണത് യൂസറിൻ്റെ അടുത്തുനിന്ന് ഒരു ഡേറ്റ, ഒന്നോ അതിലധികമോ ഡേറ്റ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോർമാറ്റഡ് ഇൻപുട്ട് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാനഫ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുക കൺട്രോൾ സ്ട്രിങ് ആണ്, ഡബിൾ കോഡ്സിനകത്ത്. ഈ കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് ഉണ്ടാവുക കുറച്ച് ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ആണ്. ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ആണ് എന്ത് ടൈപ്പ് ഡേറ്റയാണ് റീഡ് ചെയ്യേണ്ടത്. ആ ടൈപ്പ് മാത്രമല്ല, അത് റീഡ് ചെയ്യേണ്ടതിൻ്റെ ഓർഡറും കൂടിയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ %D, %F, %C എന്നാണ് കൊടുത്തത്. അതിൻ്റെ മീനിങ് റീഡ്, ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, ക്യാരക്ടർ. ഇത് ഈ ഓർഡറിലായിരിക്കണം റീഡ് ചെയ്യണത്. അങ്ങനെ 3 ഡേറ്റയാണ് ഈ സ്കാനഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ 3 ഡേറ്റ എങ്ങടാണ് റീഡ് ചെയ്ത് വെക്കേണ്ടത്? D എന്ന് പറഞ്ഞ ആദ്യത്തത് ഇൻറ്റിജർ വെക്കേണ്ടത് A എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്കാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് വെക്കേണ്ടത് F എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്കാണ്. ക്യാരക്ടർ വെക്കേണ്ടത് C എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്കാണ്. അപ്പോൾ ഈ 3 വേരിയബിളിൻ്റെയും അഡ്രസ്സാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്ററാണ് ആംബർസാൻഡ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. അതുകൊണ്ട് &A, &F, &C എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു സ്കാനഫ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഫോർമാറ്റഡ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾക്ക് ഡേറ്റ റീഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ഒരു ഡേറ്റ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൽ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കീബോർഡാണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മോണിറ്ററാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സ്കാനഫ് കീബോർഡിനകത്തുനിന്ന് ഡേറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലാണ് ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യണത്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ printf ആണ്. യൂസ് printf ഫംഗ്ഷൻ ടു പ്രിൻറ്റ് ഫോർമാറ്റഡ് ഔട്ട്പുട്ട്. printfൻ്റെ സിൻടാക്സ് printf then ഡബിൾ കോഡ്സിൽ കൺട്രോൾ സ്ട്രിങ് *1, *2, etc., *m, പാരന്തസിസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ഇതാണ് printfൻ്റെ സിൻടാക്സ്. ഇതിൽ ആർഗ്യുമെൻറ്റ് 1, 2, 3 എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഓപ്ഷണലാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം അവിടെ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ സ്ട്രിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ കോമ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ആർഗ്യുമെൻറ്റും കൺട്രോൾ സ്ട്രിങ്ങും രണ്ടും ഉണ്ടെങ്കിലാണ് അത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണത്. അപ്പോൾ ഇനി കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക നോക്കാം. ദി ക്യാരക്ടേഴ്സ് ദാറ്റ് വിൽ ബി പ്രിൻറ്റഡ് ഓൺ സ്ക്രീൻ ആസ് ദേ അപ്പിയർ. നമുക്ക് സ്ക്രീനിൽ എങ്ങനെയാണോ ഔട്ട്പുട്ട് വരേണ്ടത് അത് അങ്ങനെ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുക. printfനകത്തുള്ള കൺട്രോൾ സ്ട്രിങ്ങിൽ കൊടുക്കുക. അതാണ് കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് വരുന്ന ഒരു കാര്യം. ഔട്ട്പുട്ട് എങ്ങനെയാണോ പ്രിൻ്റ് വരേണ്ടത്, എങ്ങനെയാണോ സ്ക്രീനിൽ ഡിസ്പ്ലേ വരേണ്ടത്, ആ രീതിയിൽ നമ്മൾ ആ ക്യാരക്ടേഴ്സ് കൺട്രോൾ സ്ട്രിങ്ങിൽ കൊടുക്കും. അതായത് എനിക്ക് ഹലോ എന്നാണ് ഡിസ്പ്ലേ വരേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഹലോ എന്ന് തന്നെ കൊടുക്കും. ഇത് ഹലോ എന്ന് എനിക്ക് ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിസ്പ്ലേ വരേണ്ടതെന്നുണ്ടെങ്കിൽ ഹലോ എന്ന് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്, കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് കൊടുക്കേണ്ടത്. ഇനി H ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോളാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് കൊടുക്കേണ്ടത്. ദെൻ കൺട്രോൾ സ്ട്രിങ്ങിൽ വേറെ വരുന്നത് ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻസ്. നേരത്തെ പറഞ്ഞു നമ്മുടെ %D, %F, %C ഒക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻസും നമ്മൾ കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്യും. അപ്പോൾ ഞാനൊരു ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ %D എന്ന് പറയുന്നത് കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ %D അങ്ങനെ പ്രിൻറ്റ് ചെയ്യണം എന്നല്ല. ഞാനിപ്പോൾ ഹലോ എന്ന് കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് കൊടുത്താൽ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യണം എന്നാണ് മീനിങ്. അതേസമയം %D എന്നുള്ള ഒരു ഫോർമാറ്റ് സ്പെസിഫിക്കേഷനാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഒരു ആർഗ്യുമെൻറ്റ് പറയാൻ പോകുന്നുണ്ട്. ആ ആർഗ്യുമെൻറ്റ് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കും. ആ ഇൻറ്റിജറാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത്. %D എന്ന് പറയുന്നത് കാണുന്ന സ്ഥലത്ത് %D എന്നല്ല പ്രിൻറ്റ് ചെയ്യുക, ഒരു ഇൻറ്റിജറാണ് പ്രിൻറ്റ് ചെയ്യുക. ആ ഇൻറ്റിജർ എന്താണെന്നുള്ളത് ആർഗ്യുമെൻ്റായിട്ട് കൺട്രോൾ സ്ട്രിങ്ങിന് പുറത്ത് നമ്മൾ പറയും. ദെൻ എസ്കേപ്പ് സീക്വൻസ് അല്ലെങ്കിൽ / ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു /n/t/r എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള / ക്യാരക്ടേഴ്സും നമ്മൾ കൺട്രോൾ സ്ട്രിങ്ങിൽ യൂസ് ചെയ്യും. നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹലോ ഒരു ലൈനിൽ അടുത്ത ലൈനിലാണ് ഗുഡ് മോർണിംഗ് എന്ന് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഹലോ കഴിഞ്ഞിട്ട് /n കൊടുക്കണം എന്ന് ഒരു എക്സാമ്പിൾ നമ്മൾ എസ്കേപ്പ് സീക്വൻസ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺട്രോൾ സ്ട്രിങ്ങിൽ വരിക. അതായത് നമുക്ക് എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ കൺട്രോൾ സ്ട്രിങ്ങിൽ കൊടുക്കുക. എങ്ങനെയാണോ ഔട്ട്പുട്ട് അപ്പിയർ ചെയ്യേണ്ടത് ആ ക്യാരക്ടേഴ്സ് എങ്ങനെ അപ്പിയർ ചെയ്യണമെന്നുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ തന്നെ നമ്മൾ കൺട്രോൾ സ്ട്രിങ്ങിൽ കൊടുക്കും. പിന്നെ എന്തെങ്കിലും വാല്യൂസൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് വരേണ്ട സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻസ് നമുക്ക് കൊടുക്കാം. ദെൻ എസ്കേപ്പ് സീക്വൻസും കൊടുക്കാം. ഇനി ആർഗ്യുമെൻറ്റ്സ് arg1, arg2, argn ആർ ദി വേരിയബിൾസ്. വേരിയബിൾസ് തന്നെ ആവണമെന്നില്ല, നമുക്ക് കോൺസ്റ്റൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ. അവിടെ കുറച്ച് വാല്യൂസ് ആണ്.
whose values are formatted and printed according to the specifications of the control string. ഞാൻ പറഞ്ഞു കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് ഞാൻ %d എന്നൊരു സ്പെസിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്ത് ആർഗ്യുമെൻറ്റ് 1 ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? %dയുടെ വാല്യൂ എന്താണെന്ന് കൊടുക്കും. അതായത് എ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ് 1 ആയിട്ട് ഞാൻ എ കൊടുക്കണം. അപ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒന്നിൽ കൂടുതൽ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ കൺട്രോൾ സ്ട്രിങ്ങിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദി ആർഗ്യുമെൻറ്റ്സ് ഷുഡ് മാച്ച് ഇൻ നമ്പർ, ഓർഡർ ആൻഡ് ടൈപ്പ് വിത്ത് ദി ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻസ്. അതായത് ഞാൻ 4 ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 4 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതാണ് ഇറ്റ് ഷുഡ് മാച്ച് ഇൻ നമ്പർ എന്ന് പറഞ്ഞാൽ. ഇനി ഓർഡർ, ഞാൻ ആദ്യം യൂസ് ചെയ്തത് %d, രണ്ടാമത് %f ആണെന്നുണ്ടെങ്കിൽ പുറത്ത് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഒരു ഇൻറ്റീജർ ആയിരിക്കണം, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് അതിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിരിക്കണം. അതാണ് ഓർഡറിൽ മാച്ച് ചെയ്യണം, ടൈപ്പിൽ മാച്ച് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് ഫ്ലോട്ടും ഇൻറ്റുമാണ് നമ്മൾ ഫ്ലോട്ട് ഇൻറ്റ് എന്ന് പറഞ്ഞ ഓർഡറിലാണ് ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ് എന്ത് ഓർഡറിലായിരിക്കണം? ഫ്ലോട്ട് ഇൻറ്റ് ഓർഡറിലായിരിക്കണം. അപ്പോൾ ഓർഡർ നോക്കണം, അതിൻ്റെ ഡേറ്റ ടൈപ്പ് നോക്കണം. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻസുമായിട്ട് അതിൻ്റെ ടോട്ടൽ നമ്പറിലും ഓർഡറിലും ടൈപ്പിലും എല്ലാം മാച്ച് ചെയ്യണം. ഇനി നമുക്ക് പ്രിൻ്റ്എഫിന് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ഇവിടെ ഇവിടെ പ്രിൻ്റ്എഫ് ഗുഡ് മോർണിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡബിൾ കോഡ്സിൽ ഗുഡ് മോർണിംഗ് എന്ന് കൊടുത്തു. ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. അതായത് ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ് മതി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് ഡബിൾ കോഡ്സിൽ കൊടുത്തു. ഇത് എങ്ങനെയാണോ ഔട്ട്പുട്ട് വരേണ്ടത് ആ രീതിയിൽ തന്നെ, എങ്ങനെ ഔട്ട്പുട്ട് അപ്പിയർ ചെയ്യണോ അതേപോലെ തന്നെ ഞാൻ ഇതിനകത്ത് സ്ട്രിങ് കൊടുക്കുകയത്. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഗുഡ് മോർണിംഗ് എന്ന് ആയിരിക്കും സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യാം. ഇനി എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, പ്രിൻ്റ്എഫ് ഡബിൾ കോഡ്സിനകത്തൊരു സ്പേസ് മാത്രം, ജസ്റ്റ് ഒരു സ്പേസ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് മാത്രം കൊടുക്കാം. ഇനി പ്രിൻ്റ്എഫ് സ്ലാഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ മുന്നേ എന്തെങ്കിലും ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പോകണം ഔട്ട്പുട്ട് ആവും. എന്താണെങ്കിലും ഔട്ട്പുട്ട് സ്ക്രീനിൽ കേഴ്സർ ഒരു ലൈനിൽ ഇരിക്കുകയായിരിക്കും. ഒന്നും പ്രിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനിൽ ഫസ്റ്റ് കോളത്തിലിരിക്കും. അവിടുന്ന് തൊട്ട് താഴേക്ക് വരാൻ നെക്സ്റ്റ് ലൈനിലേക്ക് വരാനാണ് സ്ലാഷൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ലൈൻ പ്രിൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രിൻ്റ്എഫ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയാണ് കേഴ്സർ ഇരിക്കുന്നത് ആ ലൈനിന് തൊട്ട് താഴത്തെ ലൈനിൽ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരും. ദെൻ /t പ്രിൻ്റ്എഫ് /t അതായത് ഒരു ടാബ് സ്പേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ കൊടുക്കുകയാണ് പ്രിൻ്റ്എഫ് %d, n. ഇതിൻ്റെ മീനിങ് എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതാണ് %dയുടെ മീനിങ്. ഇനി %dയുടെ വാല്യൂ എന്താണ്? അതാണ് നമ്മളിവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് പറഞ്ഞ n. ഇപ്പോൾ n 5 ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യുക 5 എന്നായിരിക്കും, n 10 ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യുക 10 എന്നായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും കാൽക്കുലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ എന്താണെന്നാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴേ നമുക്കറിയുള്ളൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് വാല്യൂ കിട്ടുകയെന്ന്. അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, ആ വേരിയബിൾ ആണ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് അറിയാത്തതുകൊണ്ട് വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണോ അത് നോക്കിയിട്ട് നമ്മളൊരു ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ പറയും. അപ്പോൾ എനിക്ക് എന്നിൻ്റെ വാല്യൂ എന്താണോ അതാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, പ്രിൻ്റ്എഫ് %d, n എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യുക. ദെൻ അടുത്ത പ്രിൻ്റ്എഫ് നോക്കുക. പ്രിൻ്റ്എഫ് a = %d /t b = %f. കൺട്രോൾ സ്ട്രിങ് കഴിഞ്ഞു. ദെൻ a, b. ഇപ്പോൾ ഇവിടെ നോക്കുക, a = എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ a = എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് വരേണ്ടത് എനിക്ക് ഇങ്ങനെയാണ്, a = എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തോ ഒരു വാല്യൂ വരണം. അത് കഴിഞ്ഞിട്ട് /t എന്ന് പറയുമ്പോൾ ഒരു ടാബ് സ്പേസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് b = എന്ന് പറഞ്ഞിട്ടും എനിക്കൊരു വാല്യൂ ഇവിടെ വരണം. അങ്ങനെയാണ് ഔട്ട്പുട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പ്രിൻ്റ്എഫ് കൊടുക്കുക. a = എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റീജർ വരണം, ദെൻ ഒരു ടാബ് സ്പേസ് വരണം, അത് കഴിഞ്ഞിട്ട് b = എന്ന് പറഞ്ഞിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് വരണം. ഇങ്ങനെ കൺട്രോൾ സ്ട്രിങ് പറഞ്ഞു. ഇനി ഇപ്പോൾ ഇൻറ്റീജർ വരണം, ഫ്ലോട്ട് വരണം എന്ന് പറഞ്ഞു. അതാണ് ഈ %dയുടെയും %fൻ്റെയും മീനിങ്. ഇനി %dയുടെ സ്ഥാനത്ത് എന്താണ് വരേണ്ടത്? അപ്പോൾ ഈ പ്രിൻ്റ്എഫിനകത്ത് %d %f എന്നൊക്കെ പറഞ്ഞാൽ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻസ് ആണ്, അതൊരു പ്ലേസ് ഹോൾഡറും കൂടിയാണ്. അതായത് %d എന്ന് ഞാനൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പ്ലേസിൽ എന്താ വരേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്? അത് ആർഗ്യുമെൻ്റ് ആയിട്ട് പറയണം. അപ്പോൾ പുറത്ത് ആർഗ്യുമെൻറ്റ് ലിസ്റ്റിൽ പോയി നോക്കും. പുറത്ത് ആർഗ്യുമെൻറ്റ് ലിസ്റ്റിൽ എന്താ പറയുന്നത്? a, b. ഇങ്ങനെ കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ a ഇൻറ്റീജറും b ഫ്ലോട്ടും ആയിരിക്കണം. കാരണം എന്താണ്? a = %d എന്നും b = %f എന്നുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ %dയുടെ സ്ഥാനത്ത് എയുടെ വാല്യൂ വരും. സപ്പോസ് a 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ a = 5, ദെൻ ടാബ് b = %f. %fൻ്റെ സ്ഥാനത്ത് bയുടെ വാല്യൂ വരും. അപ്പോൾ bയുടെ വാല്യൂ 5.0 ആണെങ്കിൽ 5.0. 5.0 എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റീജർ വരണം, 5 എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് സ്പേസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് b = 5, ദെൻ ടാബ് b = %f. b യുടെ വാല്യൂ 5.0 ആണെങ്കിൽ 5.0 എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റീജർ വരണം, 5 എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് സ്പേസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് b = 5, ദെൻ ടാബ് b = %f.
ഇങ്ങനെയായിരിക്കും വരിക. 5.0 എന്നല്ല വരിക, നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റിന് 6 ഡിജിറ്റ്സ് പ്രെസിഷൻ ഉള്ളതുകൊണ്ട് 5.0000 അങ്ങനെ 6 സീറോസ് വരും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രിൻ്റ് ഔട്ട്പുട്ട്. ഇനി അടുത്ത പ്രിൻ്റ് നോക്കുക. പ്രിൻ്റ് ടോട്ടൽ മാർക്ക്, ഡബിൾ കോഴ്സിൽ ടോട്ടൽ മാർക്ക് ഈക്വൽ ടു %f, കോമ ടോട്ടൽ. അതായത് ടോട്ടൽ മാർക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വാല്യൂ വരണം. ആ വാല്യൂ എന്താണ്? ടോട്ടൽ എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്താണോ ഉള്ളത് അതാണ് വരേണ്ടത്. അതിനാണ് നമ്മളിങ്ങനെ %f എന്ന് കൊടുത്തിട്ട് പുറത്ത് ടോട്ടൽ എന്ന് കൊടുത്ത്. ഇനി അടുത്തത് printf സം ഈക്വൽ ടു %d, കോമ 54. ഇങ്ങനെയും കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം വരില്ല. സം ഈക്വൽ ടു %d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റിജർ വാല്യൂ വരണം. ഇൻറ്റിജർ വാല്യൂ എന്താണ്? 54. അതാണ് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 54 എന്ന് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് എഴുതിയാൽ മതി? സം ഈക്വൽ ടു 54 എന്ന് നേരെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയും കൊടുക്കാം. ഇതിനുള്ളിലൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, കൺട്രോൾ സ്ട്രിങ്ങിനകത്തൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂ അങ്ങനെ തന്നെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഒരു വാല്യൂ എന്താണെന്ന് അറിയാത്തത്, അത് റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ, അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ അറിയുമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ കൊടുത്താലും സിയിൽ വർക്ക് ചെയ്യും. പക്ഷെ അങ്ങനെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരില്ല. നമുക്ക് 54 എന്ന് അറിയെങ്കിൽ സം ഈക്വൽ ടു 54 എന്ന് നേരെ കൺട്രോൾ സ്ട്രിങ് ആയിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ പ്രോഗ്രാം റൺ ചെയ്ത് കാണാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ മനസ്സിലാവും. അത് അടുത്ത വീഡിയോ.